നമ്മളുടെ സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എല്ലാ രക്ഷിതാക്കളും ഇതറിയണം. കാരണം ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ പഠന കാലയളവിൽ ലഭിക്കേണ്ട വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ, വിദ്യാർത്ഥി ഓപ്പൺ ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആധാറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ആധാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ, 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, ഇവരുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കുക. നിലവിൽ നമ്മളുടെ സംസ്ഥാനത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് സൗജന്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. 5-ാം വയസ്സിൽ ചെയ്തില്ല എങ്കിലും 7-ാം വയസ്സ് വരെ, അതായത് 7 വയസ്സ് വരെ സൗജന്യമായിട്ട് ചെയ്യാം. 2 വർഷത്തെ ഇളവ് ഇതിനുവേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇനി 15-ാം വയസ്സ് നടത്താൻ സാധിച്ചില്ലെങ്കിലും 2 വർഷം ഇളവുകളോടെ ചെയ്യാൻ വേണ്ടി സാവകാശം അനുവദിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചെയ്യുന്നതിന് മാത്രമേ സൗജന്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം 100 രൂപ ഫീസ് ഉൾപ്പെടെ നമ്മൾ ഇതിനു വേണ്ടി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ആധാർ അപ്ഡേഷൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ, ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിശക് വരുത്തി കഴിഞ്ഞാൽ നമ്മളുടെ ആധാർ അത് ഡീആക്ടിവേറ്റ് ആകാനുള്ള സാധ്യത ഉൾപ്പെടെ ഉണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥിക്ക് സാധാരണഗതിയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിന് കാരണമാകും. അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ സമയത്ത് വരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മളുടെ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി ഇത് ചെയ്യിപ്പിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ബയോമെട്രിക് അപ്ഡേഷനൊക്കെ ചെയ്യാനുള്ളവർ ഈ സമയത്ത് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളത് ആക്റ്റീവാണോ എന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കണം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് അത് ആക്റ്റീവാണോ എന്ന് അവിടെ തന്നെ ചെക്ക് ചെയ്യണം. ഇതുകൂടാതെ തന്നെ വിദ്യാർത്ഥിയുടെ പേരിലും മേൽവിലാസത്തിലും മറ്റ് പിശകുകളൊന്നുമില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. പേര്, അതോടൊപ്പം തന്നെ മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങൾ അത് കൃത്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. ഇത് തന്നെയായിരിക്കും പിന്നീട് ഭാവിയിൽ വിദ്യാർത്ഥിയുടെ വിവിധ സർട്ടിഫിക്കറ്റുകൾ വരുന്നത്. ആ സമയത്ത് പൊരുത്തക്കേടുകളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ എത്രയും വേഗം വരുത്തേണ്ടതുമാണ്. അപ്പോൾ എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.